PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് തേർഡ് ചാപ്റ്റർ ബഹുഭുജങ്ങളാണ്, പോളിഗൺസ്. പോളിഗൺസ് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മളിവിടെ കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പേജ് നമ്പർ 46 നോക്കാം. കുറച്ച് ഡോട്ട്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഡോട്ട്സുകളെ നമുക്ക് യോജിപ്പിച്ചിട്ട് നമുക്ക് പോളിഗൺസ് ഉണ്ടാക്കണം, ബഹുഭുജങ്ങള് ഉണ്ടാക്കണം. ഈ ബഹുഭുജങ്ങൾ നമ്മൾ എങ്ങനെയാ വരയ്ക്കാൻ നോക്കാം. ആദ്യം നമ്മളോട് പറഞ്ഞു ഇതിലേതെങ്കിലും ഒരു 3 പോയിന്റ്സ് യോജിപ്പിക്കാം. നമുക്ക് എവിടെയെങ്കിലും ചെറുത് വേണമെങ്കിൽ ചെറുത്, എങ്ങനെ വേണമെങ്കിലും യോജിപ്പിക്കാം. ഇപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു, പിന്നെ നമ്മള് ഇത് ഇങ്ങോട്ട് 2 എണ്ണം, 1 2, ഇത് 3. ഈ 3 എണ്ണം കൂടി യോജിപ്പിച്ചപ്പോ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി അല്ലെ. ഇനി 4 എണ്ണം യോജിപ്പിച്ചാൽ നോക്കിയേ, ഇത് 4 എണ്ണം കൂടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടി, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ കിട്ടും. 4 വശമുള്ളത് കിട്ടും. അപ്പൊ 4 വശമുള്ള വലുതാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിൽ 4 വശം എങ്ങനെ വേണമെങ്കിൽ റെക്ടാങ്കിൾ ആക്കാം, അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ. ഇത്രയേ ഉള്ളൂ 4 വശമുള്ള ഒരു ബഹുഭുജം. ഇനി 5 എണ്ണം നോക്കാം, യോജിപ്പിക്കാം. 1 2 3, ഇനി 4, ഇത് 5. ഇതെന്തായിരിക്കെ? ഒരു പെന്റഗൺ, പഞ്ചഭുജ. 5 ഭുജയിലേക്ക് 1 2 3 4 5. ഇനി 6 എണ്ണം ഉള്ളത് യോജിപ്പിക്കാം, 7 എണ്ണം ഉള്ളത് യോജിപ്പിക്കാം. ഇങ്ങനെ നിങ്ങൾ കുറച്ച് ഇത് വരച്ചിട്ട് നിങ്ങൾ കുറച്ച് യോജിപ്പിക്കാം. നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ പഠിക്കാനായിട്ട്. ഇങ്ങനെ ഈ ഫിഗേഴ്സിനെയാണ് 3 or more sides are generally called polygons. അപ്പൊ എന്താണ് പോളിഗൺസ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോളിഗൺസ്, ബഹുഭുജങ്ങൾ. ഒന്ന് നോക്കാം. 3 വശമുള്ള പോളിഗൺ എന്ന് പറഞ്ഞാൽ ബഹുഭുജം. 3 3നേക്കാൾ കൂടുതലും വേണം. 2 വശം ഉണ്ടായാൽ നമുക്ക് എപ്പോഴെങ്കിലും 2 വര ഇങ്ങനെ യോജിപ്പിച്ചാൽ ഒരു ബഹുഭുജമാവോ? ഇല്ല. ബഹുഭുജം ഒരു പോളിഗൺ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 വശം ഉണ്ടാവണം. 3 വശമുള്ള ഒരു ബഹുഭുജത്തിന്, ഒരു പോളിഗനെ പറയുന്ന പേരാണ് എന്താ? 3 വശമുള്ള, എല്ലാവരും എഴുതി വെക്കാം കേട്ടോ. 3 വശമുള്ള ഒരു ബഹുഭുജത്തിന്, 3 സൈഡഡ് ഉള്ള പോളിഗൺ. പോളിഗൺ വിത്ത് 3 സൈഡഡ് എഴുതി വെക്കുക എല്ലാവരും. എ പോളിഗൺ വിത്ത് 3 സൈഡ് ഏതായിരിക്കും? ട്രയാങ്കിൾ അല്ലേ. ഇനി എ പോളിഗൺ വിത്ത് 3 സൈഡ് ഉള്ളത് എന്താണ്? ഒരു ട്രയാങ്കിൾ. ഇനി 4 സൈഡ് ഉള്ളത് എന്താണ്? 4 സൈഡ് ഉള്ളതിനെ നമ്മൾ പറയും ഒരു സ്ക്വയർ, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ, അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം. എല്ലാം 4 വശമുള്ളതും അതിനെല്ലാത്തിനും പൊതുവെ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജങ്ങൾ. 4 ഭുജങ്ങൾ, 4 വശമുള്ളതിനെ ചതുർഭുജങ്ങൾ, ക്വാഡ്രിലാറ്ററൽ. ഇനി 5 വശം വന്നാൽ അതെന്താണ്? 5 വശം വന്നാൽ പെന്റഗൺ, പഞ്ചഭുജം. എഴുതി വെക്കാം. 5-sided polygon. The polygon with 5 sides, 5 വശമുള്ള പോളിഗനെ പറയുന്നതാണ് പെന്റഗൺ. PENTAGON, പെന്റഗൺ. ഇനി അടുത്തതാണ് 6 വശം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ പറയാ? എങ്ങനെയാ? 6 വശം 1 2 3 4 5 6. That is hexagon, ഷഡ്ഭുജം. എഴുതി വെക്കാം. ഷഡ്ഭുജം, ഹെക്സഗൺ. ഹെക്സഗൺ, HEXAGON, ഹെക്സഗൺ. ഇനി 7 വശം വന്നാൽ അതിന് എന്താ പറയാ? പിന്നെ അടുത്തത് 7 വശം വരുമ്പോ സെപ്റ്റഗൺ, സപ്തഭുജം. സെപ്റ്റഗൺ, SEPTAGON, SEPTAGON, സപ്തഭുജം. ഇനി 8 വശമുണ്ടെങ്കിൽ ഒക്ടഗൺ, അഷ്ടഭുജം. ഒക്ടഗൺ, OCTAGON, ഒക്ടഗൺ. ഇനി 9 ഭുജങ്ങളുള്ളത് 9-sided polygon, നന്നഗൺ, NONAGON, നന്നഗൺ. നവഭുജം, നവഭുജങ്ങൾ. 10 വശമുള്ള പോളിഗന്, 9-sided polygon, 10 വശമുള്ള ഒരു ബഹുഭുജത്തിന് പറയുന്ന പേരാണ് ഡെക്കഗൺ, ദശഭുജം. ഡെക്കഗൺ, DECAGON. ഇത്രയെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അതില് ഇതുവരെയാണ് നമുക്ക്
നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നത്തെ നമുക്ക് ശരിക്കും പേരുകൾ അറിയണ്ട, ആംഗിൾസ് അറിയണ്ട. പക്ഷെ 3 സൈഡ് ഉള്ളതിന് നമ്മൾ എന്താ പറയാ, 3 സൈഡഡ് പോളിഗൺ ട്രയാങ്കിളും 4 സൈഡഡ് പോളിഗൺ ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം, 5 സൈഡഡ് പോളിഗൺ പഞ്ചഭുജം പെന്റഗൺ ആൻഡ് 6 സൈഡഡ് ഹെക്സഗൺ ഷഡ്ഭുജം. ഇത്രയും ഇതിന്റെ നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കണം. ഇന്നർ ആംഗിൾ, ഔട്ടർ ആംഗിൾ, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫോർമുല വെച്ച് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ 10 വരെയുള്ള പേരുകൾ ഒന്ന് പഠിച്ചു വയ്ക്കണം. ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പിന്നെ ഏതാണ് 5 വശം പെന്റഗൺ, 6 വശം ഹെക്സഗൺ, 7 വശം സെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ ആൻഡ് ഡെക്കഗൺ. 10 വശങ്ങൾ. അപ്പൊ നമുക്ക് എത്ര വശമുള്ള ബഹുഭുജം വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ഈ ബഹുഭുജങ്ങളുടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. അടുത്ത ടോപ്പിക് ഏതാ? സം ഓഫ് ദ ആംഗിൾസ്. ആംഗിൾസിന്റെ സം, ഓരോന്നിന്റെയും ആംഗിൾസിന്റെ സം കണ്ടുപിടിക്കാൻ പോവാണ്. ആംഗിൾസിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. ട്രയാങ്കിളിന്റെ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ എത്രയാണെന്ന് അറിയാം നമുക്ക്? 180 ആണ്. സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിന്റെ, ഒരു ത്രികോണത്തിന്റെ ആന്തര കോണിന്റെ തുക എഴുതി. സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ. കുറച്ച് കാര്യങ്ങൾ ഇവിടെ കുറച്ച് പഠിക്കണം കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാനായിട്ട്. അപ്പൊ ആദ്യം ഈ പറയുന്ന ഫോർമുലാസ്, ഈ ഓരോ ഇക്വേഷൻസ് തന്നെ അതൊക്കെ ശരിക്കും ഒന്ന് ബൈ ഹാർട്ട് പഠിക്കാം കേട്ടോ, എളുപ്പമാണ്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ, ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിളിന്റെ സമാന്തര കോണിന്റെ തുക 180 ആണ്. ഇനി ഒരു ചതുർഭുജത്തിന്റെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ചതുർഭുജം, ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ 4 വശമുണ്ട്. ഏറ്റവും എളുപ്പം നമ്മൾ ഒരു ത്രികോണം 180 ആണെങ്കിൽ അതിന് എത്ര ത്രികോണം, എത്ര ഡയഗണൽ നോക്കി. ഒരു ഡയഗണൽ ഇങ്ങനെ വരച്ചാൽ ഇത് 2 ട്രയാങ്കിൾസ് ആയില്ലേ? ഒരു ചതുരത്തിന് 2 ട്രയാങ്കിൾസ് ആയി. ഒരു ചതുർഭുജം, ഒരു ക്വാഡ്രിലാറ്ററൽ 2 ത്രികോണങ്ങൾ. അപ്പൊ എത്രയാ വരുന്നത് നമുക്ക്? 2 × 180. അപ്പൊ എത്ര കിട്ടി? 360. അതുപോലെ നമ്മൾ അടുത്ത് ചെയ്യാണ് ഒരു പെന്റഗൺ വരയ്ക്കാം. ഈ പെന്റഗനെ നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാനില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരെണ്ണം വരച്ചു, പിന്നെ ഇതിൽ വരച്ചു. അപ്പൊ എത്ര ഉണ്ട്? 1, 2, 3. അപ്പൊ എത്ര ട്രയാങ്കിൾസ് വന്നു? 3. അപ്പൊ നമുക്ക് അതിന്റെ സമ്മ് കാണണമെങ്കിൽ 3 × 180 അല്ലെ? 3 × 180 വരുമ്പോ നമുക്ക് എത്ര കിട്ടി? 540. ഇനി ഹെക്സഗൺ 6 വശമുണ്ട്. 6 വശം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഡയഗണൽ വരയ്ക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട് ഡയഗണൽ വരയ്ക്കാം, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഡയഗണൽ വരയ്ക്കാം. അപ്പൊ എത്ര ത്രികോണങ്ങളാക്കി? ഇവിടെ 1, 2, 3, 4. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 4. 4 × 180 720. ഇത് ബൈ ഹാർട്ട് പഠിക്കാം. ദ സം ഓഫ് ദ, ഞാൻ ടേബിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, ടേബിൾ ആയിട്ട് എഴുതാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് ആദ്യം ഇതൊന്ന് പഠിക്കും. സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം എത്രയാണ്? 180 ആണ്. ക്വാഡ്രിലാറ്ററലിന്റെ എത്രയാണ്? 2 ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ പങ്കുവെച്ചു അല്ലെ? അപ്പൊ 2 × 180 എത്രയാ? 360 കിട്ടി. ഇനി പെന്റഗൺ ആവുമ്പോ, പഞ്ചഭുജം ആവുമ്പോ 3 ട്രയാങ്കിൾ ആക്കാൻ പറ്റി അല്ലെ? അപ്പൊ 3 × 180 540. ദെൻ ഹെക്സഗൺ എന്ന് പറയുമ്പോ 1, 2, 3, 4. 4 × 180 720. ഇത് എപ്പോ ചോദിച്ചാലും കിട്ടണം കേട്ടോ. ഇനി ഇന്ത്യ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ബൈ ഹാർട്ട് പഠിക്കാം. ട്രയാങ്കിളിന്റെ 180, ക്വാഡ്രിലാറ്ററലിന്റെ സമ്മ് 360, പെന്റഗന്റെ സമ്മ് 540, ദെൻ ഹെക്സഗന്റെ 720. ഇത്രയും നമ്പേഴ്സ് ശരിക്കും ബൈ ഹാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, ഇതിൽ എത്ര ഡയഗണൽസ് ഉണ്ട് നോക്കി. ആദ്യത്തെ ട്രയാങ്കിളിൽ നമുക്ക് ഡയഗണൽ വരയ്ക്കാൻ പറ്റിയോ? വികീർണം. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് വേറെ മൂലയിലേക്ക് വരയ്ക്കാൻ ഇവിടെ പറ്റുമോ? ഇല്ല. ഇവിടെ എത്രയാണ്? നമ്പർ ഓഫ് ഡയഗണൽസ് എത്രയാണ്? 0 ഇവിടെ നമ്പർ ഓഫ് ഡയഗണൽസ് എത്രയുണ്ട്? 1 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 1, 2 അല്ലെ? ഇവിടെ വരുമ്പോ എത്രയാണ്? 1, 2, 3. എത്ര വരകൾ ഒരു പോയിന്റിൽ നിന്ന് എത്ര ഡയഗണൽസ് വരയ്ക്കാൻ പറ്റി? 3 ആണ്. ഇതിന് നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഫോർമുല? നമ്പർ ഓഫ് സൈഡ്സിന് 3 കൊണ്ട് നമ്പർ ഓഫ് സൈഡ്സ് n - 3
ഇപ്പൊ 3 വശം ഉള്ള ട്രയാങ്കിൾ ആണെങ്കിൽ 3 - 3 എത്രയാണെങ്കിൽ 0 അല്ലേ? കിട്ടിയില്ലേ? അതേസമയം 4 വശമുള്ള ബഹുഭുജമാണെങ്കിൽ 4 - 3 എത്ര ഡയഗണൽ വരയ്ക്കാൻ പറ്റി നോക്കിയേ? 1. ഇനി അതുപോലെ 5 വശമുള്ള എത്ര ഡയഗണൽ വരയ്ക്കാൻ പറ്റി? 5 - 3 ചെയ്യാം. 5 - 3 എത്രയാ? 5 - 3 2 ഡയഗണൽ. ഇത് 6 ആണ്. 6 വശമുള്ള ഒരു ബഹുഭുജമാകുമ്പോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്, എത്ര വശമുണ്ടോ അതിൽ നിന്ന് 3 കുറച്ചാൽ നമ്പർ ഓഫ് ഡയഗണൽസ് കാണാൻ പറ്റും. കിട്ടിയോ? ഇനി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ട്രയാങ്കിൾ, എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കാണാനായിട്ട് 3 സൈഡ് ഉള്ളതിന്റെ നിന്ന് എന്ത് കുറയ്ക്കണം? 2. n-2 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എഴുതിയേക്ക്. ഇത് ആദ്യത്തെ നമ്പർ ഓഫ് ഡയഗണൽസ്, വികീർണങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുലയാണ് n-3. ഇപ്പൊ ഇതെല്ലാത്തിനെ കാണിച്ചു തന്നില്ലേ? ഇത് നമുക്ക് ചെറുതായി ഒന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റി. ഇനി വലിയതൊക്കെയാണ് 10 സൈഡുള്ളതിന്, 8 സൈഡുള്ളതിന്, 9 സൈഡുള്ളത്, 10, 11, 12 അങ്ങനെ എത്ര വശം 25 സൈഡുള്ള പോളിഗൺ വേണമെങ്കിൽ വരയ്ക്കാൻ പറയും. പക്ഷെ നമുക്കത് വരയ്ക്കാതെ തന്നെ അതിലെ ഡയഗണൽസിന്റെ എണ്ണം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? n-3 ചെയ്താൽ മതി. ഇനി അതിലെ ത്രികോണങ്ങളുടെ എണ്ണം, ട്രയാങ്കിൾസ് എത്ര ഉണ്ടാവും വരയ്ക്കാൻ പറ്റും നോക്കിയാൽ എന്ത് ചെയ്താൽ മതി? n-2. ഇവിടെ നോക്കിയേ 3 ആണ് വശം. 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോ എത്ര കിട്ടി? 1. ഇവിടെ 4 വശമാണ്. 4ൽ നിന്ന് 2 കുറച്ചാൽ 2. ഇവിടെ ഇതിലെ 5 വശമാണ്. 5 - 2 3 ഇവിടെ എത്രയാണ്? 6. 6 - 2 എത്രയാണ്? 4 ആണ്. 1, 2, 3, 4 ട്രയാങ്കിൾസ് കിട്ടിയില്ലേ? ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു ടേബിൾ ആക്കാൻ പോവാണ്. ഇത്രയും ഞാൻ പറഞ്ഞു തന്നത് എല്ലാം കൂടി ഒരു ടേബിൾ ആക്കിയിട്ട് നിങ്ങൾ എഴുതണം. അതെങ്ങനെയാണ് എഴുതുന്നത് ഞാൻ പറഞ്ഞുതരാം. കറണ്ട് പോയതുകൊണ്ട് നമുക്ക് തടസ്സം വന്നതാണ്. നോക്കാം കേട്ടോ. നമ്മളൊരു ടേബിൾ വരയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ വരയ്ക്കാനായിട്ട് ശരിക്കും നിങ്ങൾ നോട്ട്ബുക്കില് വരയ്ക്കാൻ ഇങ്ങനെ, എന്നിട്ട് 5 കള്ളി വരയ്ക്കാം കേട്ടോ. 5 കള്ളി വേണം. ഇവിടെ 1, 2, 3, 4 ഇത് കുറച്ച് വലുത് വരയ്ക്കാം, കുറച്ച് നീട്ടി. അപ്പൊ 5 കള്ളിയില് ഈ ലാസ്റ്റ് 1 ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് ഇനി ഇവിടെ എഴുതാം, ഇത് നെയിം ഓഫ് ദ പോളിഗൺ. പോളിഗന്റെ പേര്, പോളിഗന്റെ പേരാണ് ഇവിടെ നമ്മള് എഴുതുന്നത്. പിന്നെ അടുത്തത് നമ്പർ ഓഫ് സൈഡ്സ്. നമ്പർ ഓഫ് സൈഡ്സ് ശരിക്കും എഴുതണം കേട്ടോ. നിങ്ങള് കുറച്ച് സ്ഥലം എടുക്കാം. 2 പേജിൽ ശരിക്കും എടുത്തിട്ട് നീളത്തിൽ വരച്ച് കള്ളി വരച്ച് എഴുതാം. ഇവിടെ നെയിം ഓഫ് ദ പോളിഗൺ, ഇവിടെ നമ്പർ ഓഫ് ദ സൈഡ്സ്, അടുത്തത് നമ്പർ ഓഫ് ഡയഗണൽസ് വികീർണങ്ങളുടെ എണ്ണം, പിന്നെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, ആൻഡ് ലാസ്റ്റ് വൺ സം ഓഫ് ദ ആംഗിൾസ്. എല്ലാത്തിന്റെയും അങ്ങനെ കാണണം കേട്ടോ. നമ്മൾ എല്ലാത്തിന്റെയും ഞാൻ ഇക്വേഷൻ തന്നിരുന്നു, നമ്മളിപ്പോ പറഞ്ഞു തന്നതാ. അതൊന്നും കൂടി പറഞ്ഞുതരാം. ഇക്വേഷൻ കാണാനായിട്ട് നമ്മള് ഇപ്പൊ നെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് എഴുതേണ്ടത്? പോളിഗൺസ്. പോളിഗൺ ആണ്. പോളിഗൺസ് നമ്മൾ എന്താ കൊടുക്കുക? എന്നാണ്. n വശമുണ്ടെങ്കിൽ അതിന്റെ ഡയഗണൽ കാണാനുള്ള ഫോർമുല നോക്കാട്ടോ. ഫോർമുല ഇങ്ങനെ ഓരോന്ന് എഴുതിയിരിക്കാൻ പറ്റില്ലേ? അത് ഇപ്പൊ നമ്മൾ ഈ ഒരു കള്ളിയിൽ വരച്ചു വെച്ചാൽ ശരിക്ക് ചെറുതാക്കി ഒന്ന് എഴുതേണ്ട, ശരിക്കും നന്നായിട്ട് സ്ഥലം എടുത്ത് എഴുതാട്ടോ. ഡയഗണൽ കാണാനുള്ള ഫോർമുല എന്താണ് ഞാൻ പറഞ്ഞത്? n-3 ആണ്. ട്രയാങ്കിളിന്റെ എണ്ണം കാണാനുള്ള ഫോർമുല എന്താ പറഞ്ഞത്? n-2 ആണ് അല്ലെ? ഇനി എത്ര ട്രയാങ്കിൾ ഉണ്ടോ അതിനെ ഇൻറ്റു 2. ഇതാണ് നമ്മുടെ ഫോർമുല. ട്രയാങ്കിൾ എത്ര ഉണ്ടോ, ട്രയാങ്കിൾ n-2 എത്ര ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിനെ ഇൻറ്റു 180 ചെയ്താൽ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിള് കിട്ടുക. ഇനി ഓരോന്ന് എഴുതി നോക്കി. ആദ്യത്തത് എഴുതാം. ആദ്യത്തെ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഇവിടെ ട്രയാങ്കിൾ. പടമല്ല വരച്ച് വയ്ക്കേണ്ടത് കേട്ടോ. ത്രികോണം എഴുതാം. ത്രികോണം, ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ എത്ര സൈഡ് ഉണ്ട്? ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ടാവും? 3 സൈഡ് അല്ലേ? അപ്പോ ഡയഗണൽ എത്രയാണ്? 3 - 3 0.
അല്ലേ? നമ്പർ ഓഫ് ട്രയാങ്കിൾ എത്രയാണ്? 3 മൈനസ് 2. ഇത് 3 ആണ്. 3 മൈനസ് 2 എത്രയാ? 1. അപ്പൊ ഇതിന്റെ എത്രയാണ്? 1 ഇൻറ്റു 180. എത്ര എണ്ണം ഉണ്ടോ അത്ര അതിന് ഇൻറ്റു. അപ്പൊ എത്ര കിട്ടി? 180. സം ഓഫ് ദ ആംഗിൾസ് കിട്ടിയോ? അപ്പൊ ഇത്രയും ഫോർമുലാസ് കിട്ടി. ഇത് ഒറ്റ ഇതില് എത്ര ഫോർമുലകളെ കിട്ടിയെന്ന് നോക്കി. നമുക്ക് ഡയഗണൽ കാണാൻ നമുക്ക് സൈഡിന്റെ എണ്ണം കിട്ടിയാൽ, എത്ര വശമുണ്ടെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഡി കിട്ടും. ഡയഗണൽ കണ്ടുപിടിക്കാം. അതിൽ നിന്ന് 3 കുറച്ചാൽ മതി. ഇനി ആ എന്നിൽ നിന്ന് 2 കുറച്ചാൽ എത്ര ത്രികോണം കിട്ടും? എത്ര ട്രയാങ്കിൾസ് കിട്ടും? ആ എത്ര ട്രയാങ്കിൾ ഉണ്ടോ അതിന്റെ കൂടെ 180 ഇൻറ്റു ചെയ്താൽ നമുക്ക് സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ കിട്ടും. അപ്പൊ ഇനി അങ്ങനെ എല്ലാം പിന്നെ കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഓരോന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇനി അത് ടേബിളിലാക്കുന്നതാണ്. ഇത് ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററലിന്റെ വരുമ്പോ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാ? എത്രയാണ് സൈഡ്? 4. അപ്പോ ഡി എത്രയാണ്? 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 അല്ലേ? ഒരു വിധി വരയ്ക്കാം. ഇവിടെ ട്രയാങ്കിൾ എത്ര വരയ്ക്കാം? 4 മൈനസ് 2. അപ്പൊ എത്ര കിട്ടും? 2. അപ്പൊ അടുത്തത് എത്രയാണ്? 2 ഇൻറ്റു 180. എത്ര കിട്ടി? 360. കിട്ടിയോ? അപ്പൊ ഇനി അങ്ങനെ എല്ലാത്തിന്റെ നിങ്ങൾക്ക് എഴുതിക്കൂടെ? അടുത്തത് എഴുതാം. ക്വാഡ്രിലാറ്ററൽ കഴിഞ്ഞാൽ പിന്നത്തെ എഴുതാം പെന്റഗൺ. എഴുത്. പെന്റഗൺ. പെന്റഗന്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 5 ആണ്. അതിന്റെ നമ്പർ ഓഫ് ഡയഗണൽസ് 5 മൈനസ് 3. അപ്പൊ 2 കിട്ടി. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഗോട്ട് എത്രയാണ്? 3 കിട്ടി. ഇനി അതിന്റെ ആംഗിൾ എത്രയാണ് കിട്ടാം? 3 ഇൻറ്റു 180. 540. ഇത് പെന്റഗൺ. ഇനി ഹെക്സഗൺ. ഹെക്സഗൺ ഷഡ്ഭുജം. ഷഡ്ഭുജത്തിന്റെ സൈഡ് എത്രയാ? 6 ആണ്. അപ്പൊ 6 മൈനസ് 3. അപ്പൊ എത്ര കിട്ടി ഇവിടെ? 3. 6 മൈനസ് 2 എത്ര ത്രികോണം കിട്ടി? 4 ത്രികോണം. അപ്പൊ 4 ഇൻറ്റു 180 720. കിട്ടിയില്ലേ? ഹെക്സഗൺ. ഹെക്സഗൺ വരെ ഞാൻ പറഞ്ഞത് ബൈ ഹാർട്ട് പഠിക്കണം. പക്ഷെ അടുത്തതും കൂടി ഇനി കിട്ടും നിങ്ങൾക്ക്. നമ്മൾ അടുത്ത് പറഞ്ഞതാണ് 7 വശമുള്ളതിനെ നമ്മൾ പറഞ്ഞു ഹെപ്റ്റഗൺ. ഹെപ്റ്റഗൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് സൈഡ്സ്. ഹെപ്റ്റഗൺ എഴുതാട്ടോ. നേരത്തെ എല്ലാത്തിനെയും സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞതാണ്. ഹെപ്റ്റഗൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാ? 7 വേണം. അപ്പൊ അതിന്റെ n മൈനസ് 3. 7 മൈനസ് 3 എത്ര കിട്ടാം? 4. ഇവിടെ 7 മൈനസ് 2 ത്രികോണങ്ങള് 5. അപ്പൊ 5 ഇൻറ്റു 180 എത്രയാ കിട്ടുന്നത്? 5 ഇൻറ്റു 180 വരുമ്പോ 900. 7 വശമുള്ളത്. ഇനി 8 വശമുള്ളത് നമ്മൾ പറഞ്ഞു ഒക്ടഗൺ. ഒക്ടഗന്റെ നിങ്ങൾ കാണാം. ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 വശമാണ്. അപ്പൊ 8 മൈനസ് 3 8 മൈനസ് 2 എല്ലാം അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. അപ്പൊ നാളെ എനിക്ക് ഇത് കാണിച്ചു തരണം. ഈ ടേബിളില് നിങ്ങള് ഡെക്കഗൺ വരെ എഴുതുന്നുണ്ട് കേട്ടോ. ഡെക്കഗൺ 10 ഇങ്ങനെ ശരിക്കും ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററൽ, പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ, ഡെക്കഗൺ 10 എണ്ണത്തിന്റെയും ആംഗിൾസിന്റെ സമ്മ എഴുതണം. അതിന്റെ ത്രികോണങ്ങളുടെ എണ്ണം, ഡയഗണലിന്റെ എണ്ണം. ഇതാണ് ഫോർമുല കേട്ടോ. n വശമുണ്ടെങ്കിൽ n മൈനസ് 3 എഴുതിയാൽ ഇതിന്റെ എത്ര എണ്ണം ഉണ്ടെങ്കിലും കിട്ടും. n മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് എത്ര എണ്ണം കിട്ടും. n മൈനസ് 2 എത്രയാ കിട്ടണമെങ്കിൽ അതിനെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് നമുക്ക് കിട്ടും. അപ്പൊ എത്ര സൈഡുള്ള പോളിഗൺസിന്റെ ആയാലും സമ്മ കാണാൻ നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമ്മളൊരു ഫോർമുലയിലേക്ക് എത്തി. ആ ഫോർമുല എല്ലാവരും എഴുതിയേക്കാം. ദ സം ഓഫ് ദ ആംഗിൾസ് The sum of the angles of the n-sided polygon is equal to n minus 2 into 180. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. ഏതൊരു പോളിഗന്റെ ആയാലും സമ്മ കാണാനുള്ള ഇക്വേഷൻ എല്ലാവരും എഴുതി വെക്കുക. അത് നന്നായിട്ട് പഠിക്കണം. n minus 2 into 180. ഇനി ഇത് വെച്ചുള്ള കണക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ.